പോകുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ രമേശ് ചെന്നിത്തല തൊട്ട് മുൻപ് സംസാരിക്കുന്നത് ADM നവീൻ ബാബുവിന്റെ വിഷയത്തിലാണ്. അവരുടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്നതാണ് പറയുന്നത്. അക്കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. പക്ഷേ അതുപോലെ തന്നെയാണല്ലോ NM വിജയന്റെ കുടുംബവും. അവർക്കും നഷ്ടമായിരിക്കുന്നത് സ്വന്തം പിതാവിനെയും സഹോദരനെയും തന്നെയാണ്. അതും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പണം വാങ്ങി അദ്ദേഹത്തെ ഇത്രയധികം വലിയ കടക്കണിയിൽ എത്തിച്ച് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി ഇഞ്ചിഞ്ചായി അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന അവസ്ഥയാണ്. അവർക്കും നീതി കിട്ടേണ്ടതാണല്ലേ? തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കാനും വേണ്ടി ഈ പ്രസ്താവന ഇറക്കുകയും കുടുംബം സന്ദർശിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് NM വിജയൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനും നീതി ലഭിക്കണമെന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അതിന് നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല? ഇത്ര ദിവസമായി ഈ മരണം സംഭവിച്ചിട്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടത്തണം, ഞങ്ങൾ സഹകരിക്കാം എന്ന് പറയുന്നതല്ലാതെ മുന്നോട്ട് ഇവർ നീങ്ങുന്നില്ല? പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തി, നേരത്തെ അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ വീണ്ടും വേണമെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ശൈലി വെച്ച് വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാം, ഒരു അടിയന്തര നടപടി എന്ന രീതിയിൽ വേണമെങ്കിൽ സസ്പെൻഷൻ നൽകാം ഈ ആരോപണ വിധേയരായവർക്ക്. അങ്ങനെയൊന്നും നടപടിയെടുക്കാതെ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് സ്വീകരിച്ച അതേ നിലപാട് എന്തുകൊണ്ട് NM വിജയൻ്റെ കുടുംബത്തോട് സ്വീകരിക്കുന്നില്ല എന്നൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. എല്ലാ വിഷയങ്ങളിലും തുല്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതും ഒരു പാർട്ടി നേതാവാണ്. ഇവരുടെ പാർട്ടിക്ക് വേണ്ടി, വയനാട്ടിലെ പാർട്ടിക്ക് വേണ്ടി രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച ഒരു നേതാവാണ്. രാഷ്ട്രീയത്തിന് മാത്രമല്ല കലാ കായിക രംഗത്തും NM വിജയേട്ടൻ എന്നാണ് വയനാട്ടുകാർ വിളിച്ചുകൊണ്ടിരുന്നത്. വിജയേട്ടൻ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. വയനാട്ടിൽ ജിമ്മി ജോർജിനൊക്കെ തന്നെ വയനാട്ടിൽ ബത്തേരിയിൽ ആദ്യമായി എത്തിച്ച ഒരു നേതാവാണ്. അങ്ങനെയൊക്കെ തന്നെ വയനാട്ടുകാർ ഓർത്തിരിക്കുന്ന, ബത്തേരിക്കാർ ഓർത്തിരിക്കുന്ന, വയനാട്ടുകാരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു വിജയേട്ടൻ. അത് സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ പൊതുദർശനം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ആളുകൾ ഒഴുകിയെത്തിയത് അതുകൊണ്ടാണ്. അപ്പോഴും ആളുകളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും കരുതിയിരുന്നത് ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടും, അദ്ദേഹത്തിന് മരണശേഷമെങ്കിലും പണം വാങ്ങിയ നേതാക്കൾ അത് തിരിച്ചു നൽകുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കാരണം ഇത്രയും ദിവസം വൈകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഈ കത്ത് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ കത്താണ്. ഇനി രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പോലീസിന് പരിശോധിക്കാമല്ലോ. ഇനി മറ്റാരെങ്കിലും എഴുതി തയ്യാറാക്കിയ കത്താണെങ്കിൽ പോലീസിന് പരിശോധിച്ച് കണ്ടെത്താവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മരുമകൾ തന്നെ സമ്മതിക്കുന്നു, ഞങ്ങൾക്ക് ഏൽപ്പിച്ച കത്താണ് പുറത്തുവിടുന്നത്. അച്ഛൻ എഴുതി തയ്യാറാക്കി തന്ന 5 കോപ്പികൾ ഉണ്ടായിരുന്നു. 4 കോപ്പി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 4 നേതൃത്വത്തിന് നൽകിയിരിക്കുന്നു, 1 പോലീസിന് നൽകിയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒരു നടപടിയും ഉണ്ടാകാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളിലേക്ക് നൽകുന്നത്. ഇനി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണട്ടെ, നീതി ലഭിക്കട്ടെ, പണം ചോദിച്ച് ഇനിയെങ്കിലും NM വിജയന്റെ മരണശേഷം അദ്ദേഹത്തിന് വീട്ടിലേക്ക് ആളുകൾ വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത്. ഏതായാലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അദ്ദേഹം വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ വീട്ടിലായിരുന്നു എന്നാണ് മരുമകൾ പറയുന്നത്. അത്രയധികം മാനസിക വിഷമത്തിലായിരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ കത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. തനിക്ക് തൻ്റെ പുരയിടം പോലും ജപ്തി ഭീഷണിയിലാണ്, തനിക്ക് ഈ പണം കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല. DCC പ്രസിഡന്റ് ND അപ്പച്ചനോടും KK ഗോപിനാഥനോടൊക്കെ തന്നെ ഈ വിഷയം പറയുന്ന ഘട്ടത്തിൽ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ പരിഹാരം കാണുന്നില്ല. അങ്ങ് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം, ഈ പണം തിരികെ നൽകണം. എനിക്ക് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നിന്ന് പുറത്ത് പറഞ്ഞ് പാർട്ടിയെ അവമതിപ്പുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമില്ല, മാനസിക പ്രയാസത്തിലാണ് താനുള്ളത്. അതുകൊണ്ട് ഇത് പരിഹരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അതിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ കത്തിൽ പേര് പറഞ്ഞവരായിരിക്കുമെന്നും അദ്ദേഹം ആ കത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് പേര് പറഞ്ഞിരിക്കുന്ന IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ തുടങ്ങിയ വയനാട്ടിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകളാണ് ഈ കത്തിൽ പറയുന്നത്. അവർക്കെല്ലാം വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വിഷയമായിരുന്നു. എന്നിട്ട് പോലും നടപടിയെടുക്കാൻ KPCC അധ്യക്ഷനോ അന്നുണ്ടായിരുന്ന അതേ അധ്യക്ഷൻ തന്നെയാണ് ഇന്നുള്ളത്. 2020-21 കാലഘട്ടത്തിൽ കത്ത് അയച്ചെന്ന് പറയുന്ന KPCC പ്രസിഡന്റ് തന്നെയാണ് ഇന്നുള്ളത്. അന്ന് കത്ത് ലഭിച്ചിട്ട് നടപടി ഉണ്ടായില്ല. 2 നേതാക്കന്മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ആ നടപടിക്ക് ശേഷം അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ വലിയ വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു. ആരാണ് പുറത്ത് വിട്ടത്, എവിടെ നിന്നാണ് പുറത്ത് വന്നത്, KPCC നിന്നാണോ അല്ലെങ്കിൽ വയനാട് നേതൃത്വത്തിൽ നിന്നാണോ ഈ റിപ്പോർട്ട് പുറത്ത് വന്നതെന്നൊക്കെ തന്നെ പറഞ്ഞ വലിയ വിവാദം ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പുറത്ത് വന്നതുപോലും തടയാൻ നേതൃത്വം അന്ന് ശ്രമിച്ചിരുന്നതാണ് വസ്തുത. അങ്ങനെ ആ റിപ്പോർട്ടിനെ പോലും നേതാക്കൾ അന്ന് ഭയന്നിരുന്നു. ആ കേസിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മുതിർന്ന നേതാവിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്ത് വന്നിട്ട് പോലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. ആ കത്ത് ലഭിച്ച KPCC അധ്യക്ഷൻ തയ്യാറാകുന്നില്ല. ഒരു തുടർ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇനിയുള്ളത് പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു, വിജിലൻസ് എന്ത് നടപടി സ്വീകരിക്കുന്നു. സഹകരണ സ്ഥാപനത്തിലെ ഒരു നിയമനത്തിന് വേണ്ടി ലക്ഷങ്ങൾ കൂട്ടിവെച്ച കോടിക്ക് മുകളിൽ പോകും. പല ആളുകളിൽ നിന്നാണ് 5-10 ലക്ഷങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ കോടികൾ വാങ്ങിയിട്ടുണ്ടാവും. അതിൽ എത്ര രൂപ തിരിച്ചു കൊടുത്തു? തിരിച്ചു കിട്ടിയവരാരും പരാതിയുമായി സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരില്ല. കിട്ടിയ പണം കൊണ്ട് അവർ തൃപ്തരായി പോയിട്ടുണ്ടാകും. പക്ഷേ പണം കിട്ടാനുള്ള ആളുകളാണ് 4-5 വർഷമായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷമൊക്കെയാണ് ആളുകൾ
അതിൻ്റെ പലിശയായിട്ട് ചോദിക്കുന്നത്. അങ്ങനെ പലിശ സഹിതം എത്രയോ അതിൻ്റെയൊക്കെ തന്നെ ബാധ്യത ആരേറ്റെടുക്കും? ഈ കണ്ണിയായി ഇടനിലക്കാരനായി നിർത്തിയ NM വിജയന് അങ്ങനെ ഇടനിലക്കാരനായി നിർത്തി അദ്ദേഹത്തെ മറയാക്കി രക്ഷപ്പെടാമെന്നായിരിക്കാം മറ്റീ പണം വാങ്ങിയ നേതൃത്വം കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇനി അദ്ദേഹം ഇല്ല. ഇനി ഇതിന്റെ ബാധ്യത ആരേറ്റെടുക്കും? ആരിതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അത് പാർട്ടി പറയേണ്ടതാണ്. ഒപ്പം തന്നെ പോലീസ് ഇതിന്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പോലീസ് ബത്തേരി DYSP നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കത്ത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പായി എടുത്തുകൊണ്ട്, കാരണം പോലീസിനും ഈ കുടുംബം കത്ത് കൈമാറിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കുകളായി കണ്ടെത്തിക്കൊണ്ട് ഈ കത്ത് അടിസ്ഥാനമാക്കി പോലീസിനും അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഒപ്പം തന്നെ നിയമനത്തിന് വേണ്ടി കോഴ നൽകിയ കേസിൽ വിജിലൻസിനും ഈ കത്ത് അടിസ്ഥാനമാക്കി കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. വിനീത.